മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ ഏതൊക്കെയെന്ന് തീരുമാനമായിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫിഷറീസിന്റെ കാര്യമാണ്. അതിൽ ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗ് തന്നെ ഏറ്റെടുക്കും. മുസ്ലിം ലീഗിനാണ് ഇത്തവണ ഫിഷറീസ് വകുപ്പ് ലഭിക്കുക. സെയ്ഫ് സൈലാബിദ്ദീൻ ചേർന്നു. സെയ്ഫ് നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. ഫിഷറീസ് ലീഗിന് തന്നെ. അതെ നൗഫൽ, വകുപ്പ് വിഭജനം നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അത് ഒരുപാട് കാരണങ്ങളുണ്ട്, കാരണങ്ങളിൽ ഒന്ന് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്ത് അത് റോജി എം ജോണിന് നൽകാം എന്നുള്ളതായിരുന്നു ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള ധാരണ. അതിനിടയിലാണ് ലത്തീൻ സഭയുടെ ഒരു സമ്മർദ്ദം കോൺഗ്രസിന് മുന്നിലേക്ക് വരുന്നത്. കോൺഗ്രസിന് മുന്നിലേക്ക് അവർ പറയുന്നത് കടലിനെ അറിയുന്നവർ ആ വകുപ്പ് ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് വി ഡി സതീശൻ അതിനകത്ത് സ്വീകരിച്ചു. അവർ തമ്മിലുള്ള ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് തന്നെ ലത്തീൻ സഭ ആസ്ഥാനത്തെത്തുകയും ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് അവർ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ തർക്കം നിലനിന്നത്. കോൺഗ്രസിന് മേൽ വലിയ സമ്മർദ്ദം അതിനകത്ത് ഉണ്ടായിരുന്നു. ലീഗിനാണെന്നുണ്ടെങ്കിൽ ഏത് വകുപ്പ് കിട്ടിയാലും നല്ലത്, ഇപ്പോൾ നിങ്ങൾ ഫിഷറീസ് തന്നാൽ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം തിരികെ തരാം, ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ തന്നെ കയ്യിൽ വെക്കുമെന്ന നിലപാട് ലീഗും സ്വീകരിച്ചു. ആ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് കടലിനെ അറിയുന്ന ഒരാൾ എന്ന നിലയിൽ അബ്ദുൽ ഗഫൂർ തന്നെ അത് കൈകാര്യം ചെയ്യും എന്ന് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ അടുത്ത ഫിഷറീസ് മന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് റോജി എം ജോൺ, അങ്കമാലി MLA ആയ റോജി എം ജോൺ ആണ് കേരളത്തിന്റെ അടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. പിന്നീട് ഉറപ്പുള്ള ചില വകുപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എം ലിജുവിന് എക്സൈസ് നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിന്റെ കൂടെ അദ്ദേഹത്തിന് സഹകരണം കൂടി നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലോക്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിനാണ് എന്ന തീരുമാനമായിട്ടുണ്ട്. കെ മുരളീധരൻ ആരോഗ്യവും സ്പോർട്സും കൈകാര്യം ചെയ്യും. വൈദ്യുതി വകുപ്പാണ് AP അനിൽകുമാറിന് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ദേവസ്വം കൂടി ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ടൂറിസം വകുപ്പ് ആർക്കാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാര്യം. സിനിമ, സാംസ്കാരികം, ടൂറിസം ഇത് മൂന്നുമാണോ വിഷ്ണുനാഥിന് കിട്ടുക, അതോ സിനിമയും സാംസ്കാരികവും മാത്രമേ ഉള്ളോ വിഷ്ണുനാഥിന് എന്ന കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ വ്യക്തത ഉണ്ടാകും. പട്ടികജാതി ക്ഷേമമാണ് KA തുളസിക്ക് നൽകിയിരിക്കുന്നത്. വനിതാ ശിശുക്ഷേമമാണ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ജലസേചന മന്ത്രിയായിട്ട് മോൻസ് ജോസഫ് ആയിരിക്കും ഇനി 5 വർഷം കേരളം ഭരിക്കുക. RSPയുടെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. RSPക്ക് വനംവകുപ്പ് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് കൂടെ ഒരു വകുപ്പൂടെ വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. കൃഷി വകുപ്പ് മന്ത്രിയാണ് T സിദ്ദീഖ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അനൂപ് ജേക്കബ് ആയിരിക്കും ഭക്ഷ്യമന്ത്രി എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വകുപ്പുകൾ സംബന്ധിച്ച ഏകദേശം വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് വിജ്ഞാപനമായിട്ട് പുറത്തു വന്നാൽ മാത്രമേ അത് കൂടുതൽ വ്യക്തത നമുക്ക് കൈവരുകയുള്ളൂ. ഇപ്പോൾ MK ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ ലീഗിന് നൽകിയിരിക്കുന്നു. V അബ്ദുൽ ഗഫൂർ ഫിഷറീസ് മന്ത്രിയായി ചുമതലയേൽക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ചുമതലയേറ്റ മന്ത്രിക്ക് ഈ വകുപ്പ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകാൻ VD സതീശൻ നിർബന്ധിതനായത്? നൗഫൽ, മുസ്ലിം ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന 2 വകുപ്പുകൾ, അതായത് പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും. ഇതിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് തന്നെ വേണമെന്ന നിലപാട് കോൺഗ്രസ് എടുത്തു. അതിന് മുസ്ലിം ലീഗ് വഴങ്ങി. പകരം ഒരു പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് തന്നെയായിരുന്നു തുടക്കത്തിലുള്ള ചർച്ച. അതിനവർ കണ്ടെത്തിയത് ഫിഷറീസ് വകുപ്പായിരുന്നു. ആ വകുപ്പ് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുസ്ലിം ലീഗ് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. പിന്നീട് ലത്തീൻ സഭയുടെ സമ്മർദ്ദവും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യവുമാണ് ഇതൊരു വിവാദമാക്കിയത്. ഒപ്പം തന്നെ ഈ വനിതാ ശിശുക്ഷേമം എന്നൊരു വകുപ്പാണ് പകരം എടുക്കേണ്ടത് എന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിനകത്ത് ഉയരുകയും ചെയ്ത ഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തതിൽ ഒരു പ്രതിഷേധം മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെടുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും നിലനിന്നിരുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഉന്നത വിദ്യാഭ്യാസം പോലെ സുപ്രധാനമായ ഒരു വകുപ്പ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുമ്പോൾ പകരം ഫിഷറീസ് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ വേണം എന്നൊരു നിലപാട് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്തു. അത് VD സതീശൻ ഒരു
ഒരു ഘട്ടത്തിലും നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പകരം ലഭിച്ച ഈ വകുപ്പ്, അതായത് ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകണമെന്നൊരു നിലപാട് ഒരു ഘട്ടത്തിലും വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടില്ല. അത്തരമൊരു ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം മുസ്ലിം ലീഗുമായി നടത്തുകയും ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ ലീഗിനകത്തും കോൺഗ്രസിനകത്തുമാണ് നടന്നത്. ഒടുവിൽ ഫിഷറീസ് വകുപ്പ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. ആ വകുപ്പിന്റെ മന്ത്രിയായി വി അബ്ദുൽ ഗഫൂറിനെയാണ് മുസ്ലിം ലീഗ് നിശ്ചയിച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ എന്ന് തീരുമാനമായിരിക്കുന്നു. അതിനൊപ്പം തന്നെ തീരുമാനമായ കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി മാറുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ്. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ വകുപ്പ് കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വ്യക്തത വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഇപ്പോൾ നമുക്കറിയുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. കെ മുരളീധരൻ ആരോഗ്യവും സ്പോർട്സും, ചെന്നിത്തലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തരം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ എം ലിജുവിന് എക്സൈസ് വകുപ്പാണ് ലഭിക്കുക. അതുപോലെ മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.